ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ തുർക്കിയിലെ സാമ്പത്തിക ശൃംഖലയുടെ മാനേജർ ലിറിഡൻ റെക്ഷിപ്പിയെ ഇസ്താംബുൾ പോലീസ് അറസ്റ്റ് ചെയ്തതായ വിവരങ്ങൾ. തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ നൽകിയ വിവരങ്ങളാണ് ഇത്. കൊസോവൻ പൗരനായ റെക്ഷിപ്പി മൊസാദിന്റെ ലക്ഷ്യങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും പലസ്തീൻ അനുകൂലികൾക്ക് എതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതായാണ് തുർക്കിയുടെ ആരോപണം. സിറിയൻ മേഖലയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിച്ചു. തുർക്കിയിലെ മൊസാദിന്റെ ഫീൽഡ് ഏജന്റുമാർക്ക് പണം കൈമാറി എന്ന് ഡെയിലി സബാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. തുർക്കിയിലെ മൊസാദ് പ്രവർത്തകർക്ക് വെസ്റ്റേൺ യൂണിയൻ വഴി നിരവധി തവണ നിക്ഷേപം നടത്തി എന്നാണ് ആരോപണം. റെക്ഷിപ്പിയുടെ സാമ്പത്തിക അക്കൗണ്ടുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനു ശേഷമാണ് തുർക്കി നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ലിറിഡൻ റെക്ഷിപ്പിയെ പിടികൂടിയിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് 25 തുർക്കിയിൽ കടന്ന ഉടൻ MIT ഇയാളെ നിരീക്ഷണം നടത്തിയിരുന്നു. ഇസ്താംബുൾ പോലീസുമായി നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ ഓഗസ്റ്റ് 30 ഇസ്താംബുളിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ചൊവ്വാഴ്ച ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ പണം കൈമാറ്റം നടത്തിയത് ഇയാൾ സമ്മതിച്ചുവെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കൊസോവോ വഴിയുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നത് തുർക്കിയിലെ മൊസാദിന്റെ ഫീൽഡ് ഏജന്റുമാരാണെന്ന് MIT നേരത്തെ കണ്ടെത്തിയിരുന്നു. മൊസാദ് ചാരന്മാർ കൊസോവോയിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ സിറിയയിലെ അവരുടെ സ്രോതസ്സുകളിലേക്ക് മാറ്റുകയും അവർ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് അടയ്ക്കുകയുമാണ് ചെയ്യുന്നത്. രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന മൊസാദ് അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ശക്തമാക്കിയതിനാൽ ഈ വർഷം തുർക്കിയിൽ അറസ്റ്റിലായ ആദ്യത്തെ ഉന്നത മൊസാദ് പ്രവർത്തകനാണ് റെക്ഷിപ്പി. ജനുവരി മുതൽ ഇസ്രായേലിന്റെ മൊസാദുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഡസൻ കണക്കിന് ആളുകളെ തടങ്കലിലാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും തുർക്കി പൗരന്മാരായിരുന്നു. ജനുവരിയിൽ 7 പേരെയും മാർച്ചിൽ 6 പേരെയും ഏപ്രിലിൽ 2 പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം തുർക്കിയിലെ അറസ്റ്റിനെ കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. വിദേശ പൗരന്മാരെ ലക്ഷ്യമിട്ട് രാജ്യത്ത് മൊസാദ് ചാരന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതായി തുർക്കി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഫലസ്തീന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് വർഷങ്ങളായി ഭിന്നതയിലായിരുന്ന തുർക്കിയും ഇസ്രായേലും മരവിപ്പിച്ച ബന്ധം കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത്. എന്നിട്ടും ഒക്ടോബർ 7 തുഫാനുൽ അക്സയ്ക്ക് ശേഷം ബന്ധം വീണ്ടും വഷളായി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെ ശക്തമായി എതിർക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. ലബനൻ, തുർക്കി, ഖത്തർ എന്നിവിടങ്ങളിൽ എവിടെയും ഹമാസിനെ ലക്ഷ്യമിടാൻ തങ്ങളുടെ സംഘടന തയ്യാറാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര ചാരസംഘമായ ഷിൻബെറ്റിന്റെ തലവൻ ഡിസംബറിൽ വെല്ലുവിളിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയെന്നോണം തുർക്കി മണ്ണിൽ ഹമാസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദേഗൻ ഇസ്രായേലിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.